നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ പശ്ചിമേഷ്യയിൽ പുതിയ രാഷ്ട്രീയ പോരിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി കരാറിലെത്തിയപ്പോൾ കടുത്ത അമർഷത്തിലാണ് ഇസ്രയേൽ ഭരണകൂടം. കരാറിലെ ഭാഷ വളരെ അവ്യക്തമാണ് എന്നും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ ഒട്ടും പരിഗണിക്കപ്പെട്ടില്ല എന്നുമാണ് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ റൂബൻ അസർ പോലും തുറന്നടിച്ചത്. കരാറിലെ വ്യവസ്ഥകൾ വളരെ അവ്യക്തമാണെന്നും ഇറാന്റെ ദീർഘകാല സുരക്ഷാ ഭീഷണികളെ എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല എന്നാണ് അംബാസഡർ കുറ്റപ്പെടുത്തുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചോ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അവരുടെ ശേഷിയെക്കുറിച്ചോ കരാറിൽ കാര്യമായ നിയന്ത്രണങ്ങൾ യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹിസ്ബുള്ള പോലുള്ള ഇറാൻ പിന്തുണയുള്ള സംഘടനകളുടെ ഭാവി എന്താകും എന്നത് കരാറിൽ മൗനമാണ് എന്നും അസർ വിമർശിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് വലിയ ഒരു വീഴ്ചയാണ് എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. ഈ കരാർ അമേരിക്കയും ഇറാനും തമ്മിലുള്ളതാണ്. ഇസ്രയേൽ ഈ കരാർ ഒപ്പുവെച്ചിട്ടില്ലാത്തതിനാൽ തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ ഏതു നടപടിയും സ്വീകരിക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥരാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഇസ്രയേലിനെ വിശ്വാസത്തിലെടുക്കാതെ അമേരിക്ക ഇത്തരം ഒരു കരാറിൽ ഒപ്പുവെച്ചത് അവരുടെ തന്ത്രപരമായ പരാജയമാണ് എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. കരാറിന് ശേഷവും ലെബനിലെ സൈനിക നീക്കങ്ങൾ തുടരുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായി ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഈ നീക്കം സഖ്യരാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നെതന്യാഹു ഈ കരാറിനെതിരെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ തന്നെയാണ് ഒരുങ്ങുന്നത്. കരാർ നടപ്പിലാക്കാൻ 60 ദിവസത്തെ സമയം ലഭിച്ചിരിക്കെ ഇസ്രയേൽ തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങളിലൂടെ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാനം എന്ന പേരിൽ ഇറാനുമായി ഒപ്പുവെച്ച ഈ കരാർ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന്റെ വിത്തിടുകയാണോ എന്ന ചോദ്യത്തിന് ഈ ഒരു ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതേസമയം ഇറാനുമായി സമാധാന കരാറിലെത്തിയതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി വിമർശകർ രംഗത്തെത്തിയിരുന്നത്. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ കരാറുണ്ടാക്കിയതിലൂടെ വലിയ ഇളവുകൾ നൽകി എന്നായിരുന്നു ആരോപണം. വിമർശനങ്ങൾക്ക് മറുപടിയായി തന്നെ വിമർശിക്കുന്നവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിയില്ലായ്മയാണ് എന്നാണ് ട്രംപ് പരിഹസിച്ച് തള്ളിയത്. സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിലെത്തുകയും എണ്ണവില കുത്തനെ ഇടിയുകയും ചെയ്യുമ്പോഴും താൻ ഇറാനോട് അത്ര കർക്കശമായി പെരുമാറിയില്ല എന്ന് കരുതുന്ന ഇവർ ഒന്നുകിൽ അസൂയാക്കളായിരിക്കും, അല്ല എങ്കിൽ മോശം ആളുകളാണ്, അതല്ലെങ്കിൽ അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ കരാറിൽ ഏർപ്പെട്ടതിനെതിരെ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വിധത്തിലും ട്രംപിന്റെ ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നെതന്യാഹു.